ലോകത്തിലെ പല കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ഭയപ്പെടുകയാണ്. ആ ഭയപ്പെടുന്ന സാഹചര്യം ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം കാരണമാണ്. ഈ സമയത്താണ് പല രാജ്യങ്ങളുടെ കപ്പലുകളും പോകാൻ ഭയപ്പെടുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ കപ്പലുകൾ പോകാനായിട്ടും അതും ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ഇറാൻ അനുമതി നൽകുന്നത്. ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഹോർമുസ് കടലിടുക്ക്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു കൂടി അല്ലെങ്കിൽ പല കപ്പലുകളും സഞ്ചരിക്കുന്ന സഞ്ചാര പാതയാണ്. അടച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കപ്പലുകൾ വരെ പോകാത്ത അവസ്ഥയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ കപ്പലുകൾ അതിലൂടെ പോകുന്നത്. ഇതിന് ഇറാനാണ് അനുമതി നൽകിയത്. എങ്ങനെയാണ് ഇറാൻ ഇതിന് അനുമതി നൽകിയത്? ലോക രാജ്യങ്ങളെല്ലാം അതിശയത്തോടു കൂടി ഇന്ത്യയെ നോക്കുകയാണ്, ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും. ഇറാൻ കടലിടുക്കുകൾ അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് പോകാനായിട്ട് അനുമതി എങ്ങനെയാണ് ലഭിച്ചത്? ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഹോർമുസ് കടലിടുക്ക് എന്താണെന്ന് നോക്കാം. ഹോർമുസ് കടലിടുക്ക് എന്നത് പേർഷ്യൻ ഗൾഫ് പ്രദേശത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടലിടുക്കുകളിൽ ഒന്നാണ്. ഇതിന്റെ ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് ഒമാൻ. ഇതിന്റെ നടുക്കാണ് നമ്മുടെ ഹോർമുസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 20% ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് അടയുകയാണെങ്കിൽ ലോകത്ത് എണ്ണവില കൂടും, ഇന്ധന ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമുണ്ടാകും, LPG ഗ്യാസ് ഉൾപ്പെടെ ക്ഷാമമുണ്ടാകും, സാമ്പത്തിക നരക്കം വരും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കടലിടുക്കിന്റെ പ്രാധാന്യം നമ്മൾ വിളിച്ചു പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ഇതാണ്. ഖമേനി കൊല്ലപ്പെട്ടു. അത് കൊല്ലപ്പെട്ടത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അവിടെ നിന്നാണ് യുദ്ധത്തിന്റെ തുടക്കമുണ്ടായത്. ആ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഹോർമുസ് കടലിടുക്കിന്റെ അടയ്ക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിലാണ്. യുദ്ധം വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ ഭീകരമായ അവസ്ഥയുണ്ടായാൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ല. പകരം കർശന നിയന്ത്രണമുണ്ട്, സൈനിക നിരീക്ഷണമുണ്ട്, ചില കപ്പലുകൾക്ക് വിലക്കുമുണ്ട്, ഒരുപാട് കപ്പലുകളെ ആക്രമിച്ചിട്ടുമുണ്ട്. തായ്ലൻഡ്, ജപ്പാൻ തുടങ്ങി നിരവധി കപ്പലുകൾ, ഇതെല്ലാം ചരക്ക് കപ്പലുകളാണ്, ഇവരെ എല്ലാം ആക്രമിച്ചിട്ടുമുണ്ട്. ചില രാജ്യത്തിന്റെ അല്ലെങ്കിൽ ചിലതിന്റെ കൊടികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട വാർത്തയാണ്. ഇതിനിടയിലാണ് ഇന്ത്യയുടെ കപ്പലുകൾക്ക്, അതും ഇന്ത്യയുടെ ത്രിവർണ പതാകയുള്ള കപ്പലുകൾക്ക് ഇറാനിലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാനായിട്ട് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതൊരു ചരിത്രമാണ്. അതൊരു നയതന്ത്രപരമായ ചരിത്രത്തിന്റെ കഥയാണ് ഈ അനുമതിയുടെ പിന്നില്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ചരിത്രപരമായ ആ അനുമതി എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? എന്താണ് നമുക്ക് ഇറാനായിട്ടുള്ള ബന്ധം? അതെങ്ങനെ ഇത്ര ഊഷ്മളമായി? ഇത്രയും ഭീതിയായ സാഹചര്യത്തിൽ, യുദ്ധത്തിന്റെ ഭീതി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ ഇന്ത്യയിലെ കപ്പലുകൾക്ക് ഇറാൻ പോകാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് കഥ? അതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഇവിടെ പല വിദഗ്ധരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ നയതന്ത്രപരമായ സമീപനമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു. അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാൻ. ഈ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാരം, ഊർജം എന്നീ മേഖലകളിൽ സഹകരണം കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഇതിനൊരു കാരണമാണ്. അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിലും ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചബഹാർ പോർട്ട്. ഈ പോർട്ട് വികസിപ്പിച്ചെടുത്തത് തന്നെ ഒരു ചരിത്രമാണ്. ഈ തുറമുഖം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. നരേന്ദ്രമോദിയുടെ വിദേശ നയം എങ്ങനെയാണ്? നരേന്ദ്രമോദി സ്വീകരിക്കുന്ന ചില മെത്തേഡ്സ് എങ്ങനെയാണ്? അതൊരു ബാലൻസ് ഡിപ്ലോമസി എന്നാണ് മിക്കവരും പറയുന്നത്. അതിന്റെ കാരണം തന്നെ വളരെ വിചിത്രമാണ്. ഒരു വശത്ത് ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുമായിട്ട് ശക്തമായ ബന്ധം നിലനിൽക്കുന്നു. മറ്റൊരു വശത്ത് അറബ് രാജ്യങ്ങളായിട്ട് സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് ബാലൻസ് ഡിപ്ലോമസി എന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് തന്നെ. ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? ഊർജ സുരക്ഷയാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണ, അത് ഏറിയ പങ്കും വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാകും.
ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാകാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചത്. അതേറെക്കുറെ ഈ ഒരു യുദ്ധഭീതിയിലും നമുക്ക് അനുകൂലമായി. ഒപ്പം നമ്മുടെ ഇന്ത്യയെ തന്നെ മറ്റു ലോക രാജ്യങ്ങൾ അതിശയത്തോടെ കൂടി നോക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കും ഇറാനും തമ്മിൽ പഴയൊരു നയതന്ത്ര ബന്ധമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ചഹബാർ പോർട്ട്. ആ ചഹബാർ പോർട്ട് എന്താണ്, ആരാണ് ആ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 2016 മെയ് 23 ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ചേർന്ന് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിന്റെ പേരാണ് ചാബഹാർ പോർട്ട്. ഈ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സാധാരണ ഇന്ത്യക്ക് വ്യാപാരം നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക്, പശ്ചിമേഷ്യ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പാകിസ്ഥാൻ വഴിയാണ് പോകേണ്ടത്. എന്നാൽ ചാബഹാർ തുറമുഖം വികസിച്ചതോടെ നമുക്ക് പാകിസ്ഥാനെ തൊടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും നമുക്ക് ചാബഹാർ തീരത്തിലൂടെ അല്ലെങ്കിൽ തുറമുഖത്തിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. ഇതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷത്തിൽ ഇന്ത്യ ആരുടെയും ഭാഗത്തല്ല. കാരണം ഇന്ത്യക്ക് അമേരിക്കയായിട്ടും പങ്കുണ്ട്, ഇസ്രായേലായിട്ടും സൗഹൃദ രാജ്യമാണ്, ഇറാനായിട്ടും സൗഹൃദ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ പക്ഷവും ചേരാൻ ഇന്ത്യയില്ല, ആരോട് നല്ലതും പറയാനും ഇന്ത്യയില്ല, ചീത്തതും പറയാൻ ഇന്ത്യയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭീതി നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന പേര്, നമ്മുടെ രാജ്യത്തിന്റെ പേര് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കുന്നതും നമ്മുടെ കപ്പലുകൾക്ക് അനുമതി ലഭിച്ചത്. ഇതാണ് മറ്റു രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ മടിക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ അതിൽ നിറച്ചും പാചകവാതകങ്ങൾ നിറച്ച് ആ കടലിടുക്കിലൂടെ പോകുന്നത്. ഇവിടെ ഇതിനോടകം തന്നെ പല റൂമറുകളും നിറഞ്ഞു കഴിഞ്ഞു. പാചകവാതകം ലഭിക്കുകയില്ല, ഇന്ത്യ ഇനി പഴയ പുരാതനമായിട്ടുള്ള വിറകടുപ്പുകളെ തേടി പോവുകയാണ്, നമ്മുടെ വികസിത ഭാരതം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഭാരതം ഇനി വികസിക്കുന്നില്ല, എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞ് താറടിച്ചു വിടാൻ ഇവിടെ ഇന്ത്യയിലെ ആളുകൾ തന്നെയുണ്ട്. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, അല്ലാതെ പുറമേ നിന്ന് നമുക്ക് ശത്രുക്കളെ തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ രണ്ടാമതേ വരുള്ളൂ. ദുരന്തർ മൂവിലെ ആ ഡയലോഗ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പ്രതിസന്ധി തന്നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ സംസാരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ 40,000 മെട്രിക് LPG ആണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്നത്, അതും നാവികസേനയുടെ സുരക്ഷയോടെ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ താവടിക്കാൻ ശ്രമിക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പ്രത്യേകിച്ച് ചാബഹാർ തുറമുഖം എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കാം. 2003 ഇതിന്റെയൊക്കെ ഒരു തുടക്കം കുറിച്ചതെങ്കിലും 2016 BJP അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു കരാറും നമ്മുടെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളായിട്ടുള്ള സൗഹൃദ ബന്ധവും ഒന്നും കൂടി ശക്തമായത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹത്തിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ എത്രത്തോളം താറടിച്ച് കാണിക്കാവോ അത്രത്തോളം താറടിച്ച് കാണിക്കും. നരേന്ദ്രമോദി എന്താണ് ചെയ്തത്, എന്താണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊക്കെയാണ് ഏറ്റവും വലിയ മറുപടി. പല രാജ്യങ്ങളും ആ കടലിടുക്കിലൂടെ പോകാൻ ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കപ്പലുകൾ, അതും ഇവിടെ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് 40,000 മെട്രിക് LPG ആ കടലിടുക്കിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിയുടെ പവർ എന്താണെന്നുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ പവർ എന്താണെന്നുള്ളത്. ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ വളർച്ചയും കുതിപ്പും അത്ഭുതത്തോടെ നോക്കി കാണുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ രാജ്യത്തെ താഴ്ത്തിക്കെട്ടാൻ PR വർക്കുകൾ എടുക്കുന്നത് എന്തിനാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഒരു രാജ്യം ഒരുമയോടെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതിൽ ഒരു വിഭാഗം മാത്രം അല്ലെങ്കിൽ ഒരാളുകൾ മാത്രം താറടിക്കാനായിട്ട് PR വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നല്ലത് പുറത്തു വരിക?